2010 ഒറിജിനൽ കേരള വണ്ടി G4 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാരുതി സ്വിഫ്റ്റ് VXi 2007 വണ്ടിയാണ്. ഏതാണ്ട് 1 വർഷവും 4 മാസം പേപ്പറുണ്ട്. എയ്സ് 2020. അതേ കണക്ക് തന്നെ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ കണക്കാണ്. ഇവർക്ക് അത്യാവശ്യം കാറ്ററിംഗുകാർക്കോ അലൂമിനിയം ബോഡിയാണ് വണ്ടി. ഇന്ത്യക്ക് പെട്രോൾ 2006 ആണ്. ഹൈലൈറ്റ് വണ്ടിയാണ് ഇത്തവണ. വണ്ടി ഹൈലൈറ്റ് എന്നല്ല, വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി നിങ്ങൾ വിചാരിക്കുന്ന കിലോമീറ്റർ ഒന്നുമില്ല, വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്റ്റെപ്പിനി ഉപയോഗിച്ചിട്ടില്ല വണ്ടി. Hyundai i10 2018 മോഡല്, വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം യൂസ്ഡ് കാസിലാണ്. അതായത് കൊല്ലം കരിക്കോട് ഷാപ്പ് മുക്ക് എന്ന് പറയുന്ന ഭാഗത്തുള്ള കൊല്ലം യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരു 35,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് 2-3 മാസമായിട്ട് വീഡിയോസ് വന്നിട്ടില്ല, കാരണം വണ്ടികളുടെ എണ്ണം കുറവുകൾ കൊണ്ട് വീഡിയോ എടുക്കാതിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം തികഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. 2013 ഇയോൺ ഇറ പ്ലസ് സിംഗിൾ ഓണർ 69,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 69,000 കിലോമീറ്റർ. അതിന്റെ ക്വാളിറ്റി വണ്ടിക്കുണ്ട്. ഒരെണ്ണേ ഉള്ള എയർ ബാഗ്, അത് രണ്ടെണ്ണം എയർ ബാഗ് ഇല്ല, എയർ ബാഗ് വരത്തില്ല. സോറി സാർ, എയർ ബാഗ് വരത്തില്ല. ഓക്കെ, ടയേഴ്സ് ഒരു ഇതുണ്ട്, അത്യാവശ്യം ടയേഴ്സ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഒറിജിനൽ ഗ്ലാസ്, ഒറിജിനൽ ബോണറ്റ് എല്ലാം ഒറിജിനലാണ്. ഒന്നും റീപ്ലേസ് ഇല്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? 1,60,000. 2013 ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഈ വണ്ടിക്കാകെ നല്ല ഡീസൻ്റ് ആയിട്ട് ട്രിപ്പുണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം പോയിട്ടുണ്ട്. അത് മാറിക്കൊടുക്കത്തില്ല, നിലവിൽ കാണുന്ന കണ്ടീഷൻ. ചെറിയ എന്തെങ്കിലും മാറ്റം, വിലക്കകത്ത് എന്തെങ്കിലും മാറ്റം ചെയ്യാം. Hyundai i20 2014 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ. വേരിയന്റ് സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആകുമ്പം 2 എയർ ബാഗ് കാണുമല്ലോ. 2 എയർ ബാഗ് വരും. ഓക്കെ, സേഫ്റ്റി എന്ന് പറയാൻ 2 എയർ ബാഗ് ഉണ്ട്. ഡീസലോ പെട്രോൾ? മൈലേജ് ഒരു 15-16 കിട്ടും. ആ റേഞ്ച് മൈലേജ്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ കിടപ്പുണ്ട്. സിംഗിൾ ഓണറാ? അല്ല, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടി, സ്പോർട്സ് വേരിയന്റ്. ഓക്കെ, എത്ര ചോദ്യം? 4,10,000. 4,10,000. അപ്പോൾ കുറച്ച് കൊടുക്കുക. ഫ്രണ്ട് ടയർ പുതിയതല്ലേ? ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്കിൽ ആവറേജ് ഒരു 50% ഉണ്ട് ടയർ. ഉണ്ട്, ടയർ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. കിഡ് 2019 സിംഗിൾ ഓണർ 79,000 കിലോമീറ്റർ. 79. ടയർ ഒരു 10-40% ഉണ്ട് ടയർ. ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേരിയന്റ് ഏതായിട്ട് വരും? വേരിയന്റ് RXT 1 ലിറ്റർ. ഓക്കെ, ആക്സിഡന്റ് കേസ് റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം ഷോറൂം സർവീസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. 1 ലിറ്റർ. അത്യാവശ്യം ടയറൊക്കെ ഒരു 50-40% ടയറുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, ടയർ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. എത്ര ചോദ്യം? 2,60,000 രൂപ. ഏകദേശം സിവിൽ സ്കോറൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കയറും. Hyundai i10 വേരിയന്റ് മാഗ്ന സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, വണ്ടിക്കകം ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പെട്രോൾ ഒരു 13-14 മൈലേജ്. എത്ര ചോദ്യം? ഏകദേശം 2,50,000 ലോൺ കിട്ടും. നമുക്കൊരു 2,80,000 കൊടുക്കാം. 2,85. 2016 സിംഗിൾ ഓണറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ടയർ ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. 4 പുത്തൻ ടയറാ സാറേ? ആണോ? ഏകദേശം ഒറ്റ ടൈപ്പിൽ മാറിയ ടയറാ. ഓക്കെ, ഞാൻ ആ ബാക്ക് സൈഡ് ആ രീതിയിൽ ക്ലോസ് ചെയ്ത് നോക്കിയില്ല. 2016 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി സർവീസ് ഹിസ്റ്ററിയൊക്കെയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഫ്രണ്ട് 2 പുതിയ ടയർ ഇപ്പോൾ മാറിയതേ ഉള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടില്ല ഫ്രണ്ട് ടയർ മാറിയിട്ട്.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ സർവീസ് ഹിസ്റ്ററി നോക്കിയിട്ടോ കണ്ടിട്ടില്ല. വേറെ ഹെഡ്ലൈറ്റോ ബമ്പറോ മാറിയിട്ടേ ഉള്ളൂ. അല്ലാതെ മേജർ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി പക്ക. ഏകദേശം പിന്നെ നല്ല സിവിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 1.75 2 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇതിൻ്റെ വില 2,10,000 രൂപ. ഓക്കെ, ബാക്ക് ആവറേജ് ആണല്ലേ ടയർ? ആ, ഫ്രണ്ട് രണ്ടും പുത്തൻ ടയർ. 2 ഡോർ പവർ വിൻഡോ. ആ, ഇറ പ്ലസ് വേരിയൻറ്റ്. സേഫ്റ്റി എന്ന് പറയാൻ ഉണ്ടാവോ? സേഫ്റ്റി എന്ന് പറയാൻ ഐ മീൻ എയർ ബാഗ്? എയർ ബാഗ് ഇല്ല. ഇന്ത്യക്ക് പെട്രോൾ 2006 6. ആ, ഹൈലൈറ്റ് വണ്ടിയാണ് ഇത്തവണത്തെ. വണ്ടി ഹൈലൈറ്റ് എന്നല്ല, വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി നിങ്ങൾ വിചാരിക്കുന്ന കിലോമീറ്റർ ഒന്നുമില്ല, വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല വണ്ടി. അതാ ഞാൻ ആദ്യം ചോദിച്ച കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്ന. വെറും 35,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ നിലവിൽ കാണുന്ന കണ്ടീഷനിൽ. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല സാറേ. കാണണോ? ഒന്ന് കാണിച്ചേ, ഒരു വിശ്വാസത്തിന് വേണ്ടി. എൻജിൻ റൂമൊക്കെ നോക്ക്, ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ കിടക്കുക. നോക്കിയോ കണ്ടല്ലേ? ഓക്കെ, നല്ല ടയറാണ് കിടക്കുന്നത്. കമ്പനി ടയർ. ഡേറ്റ് നോക്കിക്കോ നിങ്ങൾ. എത്ര ചോദ്യം? 35,000 രൂപ. ഇതൊക്കെ ടയർ അധികം ഓടിയ പറഞ്ഞിട്ടില്ല. വണ്ടി 35,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ സാറേ. ഓക്കെ. ആ, ഇത് ലോണൊന്നും കിട്ടത്തില്ലല്ലോ. ചെറിയ ബൈക്കിന്റെ പകുതി വിലയാവുന്നുള്ളൂ. 2008 ഐറ്റൻ 2 വർഷം പേപ്പർ ഇനി ബാക്കിയുണ്ട്. ഇപ്പോൾ വണ്ടി ഏകദേശം ഒരു 10,20,000 രൂപയ്ക്ക് പണിത്, ക്ലച്ചും അത്യാവശ്യം അടിപിടിയെല്ലാം മാറ്റി വണ്ടി അത്യാവശ്യം ഓടുന്ന കണ്ടീഷനിൽ നല്ല വൃത്തിയായിട്ട് പണിതിട്ടുണ്ട്. 2 വർഷം പേപ്പറുണ്ട്. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിത് ഓഫറാണ് 75,000 രൂപയ്ക്ക് കൊടുക്കുക. 75,000? ആ, 2 വർഷം പേപ്പറുണ്ട്. അത്യാവശ്യം ബില്ല് കാര്യങ്ങൾ, വണ്ടി പണിത ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലച്ചെല്ലാം മാറി വണ്ടി കണ്ടീഷൻ ഇട്ടിരിക്കുന്നത്. വെറും 75,000 രൂപ കൊടുക്കുക. 2 വർഷം പേപ്പറുണ്ട്. ആൻഡ്രോയിഡ് സെറ്റുണ്ട്. അത്യാവശ്യം നല്ല ടയർ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഏതാണ്ട് 60% ടയറുണ്ട്. ഇവിടെ ഒരു പൊട്ടലുണ്ടല്ലോ. ആ, അതുണ്ട്. അതങ്ങനെ തന്നെയല്ലേ കൊടുക്കണേ? ആ, ഓക്കെ. എത്ര ചോദ്യം? 75,000. 75,000 ചെറിയ മാറ്റങ്ങൾ കൊടുക്കാം നമുക്ക്. ഇതും കൂടി അത് പൊട്ടിയിട്ടുണ്ട് സാർ. അത് ചേഞ്ച് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതിനോട് ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ, പേയ്മെന്റ് ആവും. ആ, പേയ്മെന്റിൽ നമുക്ക് ഈ 75,000 രൂപ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ, ഏത് വർഷമായിരുന്നു? 2008. ഓക്കെ. 2 വർഷം പേപ്പർ. ഇൻഷുറൻസ് ലൈവിലുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം. ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. ലോഗൻ ഡീസൽ 2008. 2 വർഷം പേപ്പറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി. വലിയ ഗുമ്മൊന്നുമില്ല. പഴമയ്ക്കനുസരിച്ച് അതിനുള്ള 2008 ക്വാളിറ്റികൾ. വല്ല പണിതൊന്നും കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയല്ല. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര ആളുണ്ട്? 2 വർഷം പേപ്പറുണ്ട്. 2 വർഷം കൂടി ഉണ്ട്. ആ, ഓണർഷിപ്പ് സെക്കൻഡ്? ഓണർഷിപ്പ് തേർഡ്. ആ, ഡീസലാണ്. ഡീസൽ. ഇത് നമുക്കൊരു 80,000 രൂപ കൊടുക്കാം. 80? ആ, 2 വർഷം പേപ്പറുണ്ട്. ഡീസൽ വണ്ടി. ടച്ച് ആൻഡ് പോളിഷിന് കുറച്ച് സംഭവങ്ങൾ കിടപ്പുണ്ട്. അത് ചെയ്യൂ? അതോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള വില ചോദിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കിടക്കുന്ന കണ്ടീഷനിലാണ്? നിലവിൽ കാണുന്ന കണ്ടീഷൻ. അത് നമുക്ക് ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. മാരുതി സ്വിഫ്റ്റ് VXi 2007 വണ്ടിയാണ്. ഏതാണ്ട് 1 വർഷവും 4 മാസം പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ്. വണ്ടി ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 1,00,000 കിലോമീറ്റർ ഉണ്ട്. പെട്രോളാണ്. VXi ആണ്. 4 പവർ വിൻഡോ കയറുന്ന വണ്ടിയാണ്. ഏതാണ്ട് 1 വർഷവും 4 മാസം ഉണ്ട് പേപ്പർ. 4-5 മാസം ഉണ്ട്. അത്യാവശ്യം 4 പുതിയ ടയർ. നോക്കിയോ, 4 പുത്തൻ ടയർ. ഓക്കെ. ടയർ കൊള്ളാം. ആ, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. എത്ര ചോദ്യം? 1,30,000 രൂപ. ഇതിന് എത്ര നാളോട് ഇതിന്റെ പേപ്പേഴ്സ്? പേപ്പർ 1 വർഷവും 4 മാസം ഉണ്ട്. 4 മാസം കൂടെ ഉണ്ട്. ഡീസൽ? പെട്രോൾ. വീഡിയോ ഇല്ലല്ലേ? VXi. ഹുണ്ടായി i10 2018 മോഡല്. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം ഫ്രണ്ട് ആവറേജ് ടയറുണ്ട്. ബാക്ക് ടയർ ഇച്ചിരി മോശമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 2018 വണ്ടി. മാനുവലാണ്? ആ, മാനുവലാണ്. വണ്ടിക്കൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ടയർ ബാക്ക് ടയർ മോശം. ഫസ്റ്റ് ടയറിൻ്റെ ഫ്രണ്ട് 2 ടയർ അത്യാവശ്യം നല്ല ടയറാണ്. എത്ര ചോദ്യം? 3,60,000 രൂപ. കുറയോ? ചെറിയൊരു മാറ്റമൊക്കെ ചെയ്യാം നമുക്ക്. അതിനൊക്കെ ഏകദേശം നമുക്കൊരു സിവിൽ സ്കോറൊക്കെ ഉണ്ട്. ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ആ, Volkswagen Polo ഡീസൽ 2012 സെക്കൻഡ് ഓണർഷിപ്പ്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്.
93. ആ ഓക്കെ. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. സീറ്റോറൊക്കെ നല്ല ക്വാളിറ്റി, നല്ല ഇന്ത്യയിലൊക്കെ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. വണ്ടിക്കാൻ കൊള്ളാം, നീറ്റാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. വേറെ ആക്സിഡന്റ് കേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. ഇല്ല ഇല്ല. ടയേഴ്സ് ഓക്കെ, ആവറേജ് കണ്ടീഷനാണ്. എത്ര ചോദ്യം? 2,30,000. 2,30,000. 2012 ഡീസൽ. മാരുതി സ്വിഫ്റ്റ് ഡിസയർ 2014 ഫുൾ ഓപ്ഷൻ ഡീസലാണ്. ZD ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഏകദേശം 4 പുത്തൻ ടയറാണ്. ഇന്ത്യയിലൊക്കെ പക്കയാണ്. ഷോറൂം സർവീസാണ് ഇതുവരെ ഉള്ള. ഇപ്പോൾ വരെയുള്ള എല്ലാ സർവീസ് പക്കയാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്ഡേഷൻ സർവീസ് ഉള്ളതാണ്. വണ്ടിക്ക് കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല ടയർ. ഓക്കെ. എത്ര ചോദ്യം? 4,30,000. 4,30,000 രൂപ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്രണ്ട് ടയർ പുത്തൻ ടയർ. രണ്ട് പുത്തൻ ടയറാണ്. ഓക്കെ. ബാക്ക് ആവറേജിന് മേളിലുണ്ട്, പക്ഷേ കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. 2010 ഒറിജിനൽ കേരള വണ്ടി G4 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അയ്യോ, കിലോമീറ്റർ അത്യാവശ്യം നല്ലപോലെ ഓടിയിട്ടുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയാണ് സാറേ. അതൊക്കെ അല്ല ഞാൻ പറഞ്ഞു. വണ്ടി ടൊയോട്ടയുടെ ഷോറൂമിൽ പണിത വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയോ. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് തേർഡ്. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കിലോമീറ്ററൊക്കെ ജെന്യൂനാണോ? 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സത്യസന്ധമായ വാർത്തയാണ്. സത്യസന്ധമായ സർവീസുമാണ്. ഓക്കെ. എത്ര ചോദ്യം? 4,85,000 രൂപ. കുറയോ വില? ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും സാറേ. അത് നമ്മൾ ലാസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. 4 പുത്തൻ ടയറുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ചെറിയ ടച്ച് ആൻഡ് പോളിഷിന് ഉള്ള ഒരു വകുപ്പുണ്ട്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ്, ചെറിയ തോതിലാണ്, ഒരുപാടില്ല. പക്ഷേ ഏതായാലും അങ്ങൊന്നൊക്കെ ആയിട്ട് ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള വകുപ്പുകൾ കിടപ്പുണ്ട്. ഇത് ഏത് വർഷമായിരുന്നു? 2010. അപ്പം പേപ്പർ വർക്കുകൾ കഴിഞ്ഞു. പുതിയതാണ് ഇപ്പോൾ? പുതിയ പേപ്പറാണ്. ദോസ്ത് 2018. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 87 സാറേ. കിലോമീറ്റർ 87. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. മഴ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ചെറിയ ചെളിയും അഴുക്കൊക്കെ ഉള്ളു. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? 4,70,000. 4,70,000. 2018 പ്ലസ് ആണ് വണ്ടിയെ. 5 വോൾട്ട് ആണ്. വേറെ അപാകതകൾ പറയാൻ ഒന്നുമില്ല. വണ്ടി നല്ല കുട്ടപ്പന. ഈ വരയും കുരയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മഴയുടെ കാലാവസ്ഥ വണ്ടി പുതിയതായിട്ട് തന്നെ കിടക്കുക. സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി കൊള്ളാം. ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കാണുന്ന ഈ വരയെന്ന് പറയുന്നത് മഴവെള്ളം ഇറങ്ങി അഴുക്ക് പിടിച്ചിരിക്കുക, അതിൻ്റെയാണ് ആ കിടക്കുന്നത് വരകൾ. ദോസ് 2021 വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം ഏതെങ്കിലും കമ്പനിക്കോ ഏതെങ്കിലും ഈ റൂട്ട് സൈഡിൽ വരുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഒരു കമ്പനി ഉപയോഗിച്ച വണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നത് ഒരു കമ്പനി ഉപയോഗിച്ച വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അത്യാവശ്യം ബോഡിയൊക്കെ കൊണ്ടല്ലോ. എന്തെങ്കിലും 2021 അല്ല അപാകതകൾ ഒന്നുമില്ല. അത്യാവശ്യം വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് തുരുമ്പല്ല? അതെ, ഫ്രെയിമർ അടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുക. നമ്മൾ ഈ മഴ കാരണം അടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. എത്ര ചോദ്യം? 4,85,000 രൂപയുള്ളൂ 2021 വണ്ടിക്ക്. ഇത് പണിഞ്ഞ് വൃത്തിയാക്കിയാലേ കൊടുക്കൂ? ഇത് നമുക്ക് അത്യാവശ്യം ഇത് വേറെ പണിയാണെന്നല്ല സാറേ. ഈ തുരുമ്പിന്റെ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം പണിഞ്ഞിട്ടിരിക്കുക. കുട്ടപ്പന കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. എയ്സ് 2020 അതേ കണക്ക് തന്നെ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുന്ന കണക്കാണ്. ഇവർക്ക് അത്യാവശ്യം കാറ്ററിംഗുകാർക്കോ അലൂമിനിയം ബോഡിയാണ് വണ്ടി. അലൂമിനിയത്തിൻ്റെ ബോഡി ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് കൊള്ളാം. വണ്ടിയാണ്, അലൂമിനിയം ബോഡിയാണ് വണ്ടി. സെയിൽസോ അല്ലെന്നുണ്ടെങ്കിൽ കാറ്ററിംഗുകാർക്കോ ഒക്കെ ഉപയോഗിക്കാം. അകമൊന്ന് കാണിക്കാനാ? ഈ കിടക്കുന്ന കണ്ടീഷനാണേ.
സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം. ഇതൊരു ബേക്കറി ഉപയോഗിച്ച വണ്ടി കേട്ടോ. ഓക്കെ, എത്ര ചോദ്യം? 2,20,000. 2,25,000 രൂപ. ഇത്തരം വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ബാക്ക് ടയർ മൊട്ട ടയറാണ്, ഫ്രണ്ട് ടയർ അത്യാവശ്യം ഫ്രണ്ട് മാത്രമേ നല്ലുള്ളൂ, ബാക്കി ഇച്ചിരി വളരെ മോശം ടയറാണ്. കാറ്ററിംഗുകാർക്കോ 2,20,000 രൂപ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വണ്ടി. ഇത് ഉപയോഗ പാർട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വണ്ടി അത്യാവശ്യം കാറ്ററിംഗുകാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം വലിയ മോശമില്ലാത്ത വണ്ടികളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ടാറ്റ അതൊരു എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അത് അത്ഭുതത്തോടു കൂടി ചോദിച്ചത്. 35,000 കിലോമീറ്റർ എന്നെ ഞെട്ടിച്ചു. ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തെടുത്താൽ നല്ല വണ്ടി ആയിരിക്കും അത്. അപ്പോൾ അതേപോലെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ദോസ് എടുക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എടുക്കാവുന്ന ടൈപ്പ് ഒരു വീഡിയോ ആയിരുന്നു. സാധാരണ അത്തരത്തിലുള്ള വണ്ടികളൊന്നും ഇവിടെ കിടക്കുന്നതല്ല. ഇപ്രാവശ്യം അതുമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ഉപകരിക്കാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.